നാഗങ്ങൾക്ക് ഒരു വഴിപാട് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു വിശ്വാസമാണ്. അത് ആരും ഇവിടെ തെറ്റിക്കാറില്ല. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരും. അതെ, കുട്ടിക്കാലത്ത് വീട്ടിൽ പാമ്പിനെ കാണുമ്പോൾ അമ്മമ്മ പറയും, അയ്യോ മനക്കിലേക്ക് പോയിട്ടില്ല എന്ന്. വീണ്ടും ആ പഴയ കാലത്തിലേക്ക് പോയ പോലൊരു ഫീലാണ് ഇതിലൂടെ നടക്കുമ്പോൾ. വടക്കൻ ജില്ലകളിലുള്ള എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള പാതിരക്കുന്നത്ത് മന, നാഗ ആരാധനയ്ക്ക് പേര് കേട്ട തറവാടാണ് ഇത്. ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മൾ വഴിപാട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ബുക്കാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതിനകത്ത് പേരും നാളും നമുക്ക് എഴുതി കൊടുക്കാം, അവരത് കൃത്യമായിട്ട് ചെയ്തോളും. ഈ ഇല്ലത്തിൽ ഒരു നാഗം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഒരു ഐതിഹ്യമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കഥ ഫുള്ളായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ചെറിയ കുളം ഇവിടെയുണ്ട്. നമ്മളിവിടെ വന്ന് കയ്യും കാലൊക്കെ കഴുകി നേരെ പോകുന്നത് അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ അവിടെ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറത്ത് ഒരുപാട് നാഗപ്രതിഷ്ഠകളെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. മണ്ഡലകാലം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടമാണ് ഏറ്റവും ഇവിടെ തിരക്കുള്ള സമയം. അന്ന് ഇവിടെ അന്നദാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം കണക്കാക്കിയിട്ടാണ് ആളുകൾ വരിക. സ്ഥലം കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെർപ്പളശ്ശേരിയിൽ നിന്ന് ഒരു 7 കിലോമീറ്ററും ഷൊർണൂരിൽ നിന്ന് 12 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. മുണ്ടക്കോട്ടുകുറിശി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ.